ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ശ്രീ ജഗദംബികായൈ നമഃ. എല്ലാ ശാക്തേയ ഭക്തർക്കും എല്ലാവരുടെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സത്സംഗത്തിലേക്ക് കടക്കാം. ഇനി നമുക്ക് അടുത്തത് 19ാമത്തെ ശ്ലോകമാണ്. തതോ ജഹാസാതിരുഷാ ഭീമം ഭൈരവനാദിനി കാളീ കരാളവദന ദുർദർശദശനോജ്വലാം. ചണ്ടമുണ്ടന്മാരുടെ ശരവർഷത്തിൻ്റെ നടുവിൽ ദേവി കോപം കൊണ്ടങ്ങനെ നിന്നിരുന്ന ഒരു കാഴ്ച വരെയായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇപ്പോൾ അതിൻ്റെ ബാക്കി പറയുകയാണ്. തതോ ജഹാസ അതിരുഷ, ജഹാസാതിരുഷ. തതഹ എന്ന് പറഞ്ഞാൽ അനന്തരം, അതായത് ആ മുണ്ടൻ്റെയും കൂടി അസ്ത്രങ്ങളൊക്കെ അങ്ങനെ വന്നു. ആദ്യം ചണ്ടൻ, അതിനുശേഷം മുണ്ടൻ, രണ്ടുപേരും കൂടി ചേർന്ന് ദേവിയെ അങ്ങോട്ട് ആക്രമിക്കാൻ വന്നപ്പോൾ ദേവി ജഹാസ അതിരുഷ, അതിയായ അതിരുഷ എന്ന് പറഞ്ഞാൽ അതിയായ കോപത്തോടു കൂടി, ജഹാസ എന്ന് പറഞ്ഞാൽ അട്ടഹസിച്ചു. ഭീമം ഭൈരവനാദിനി, ദേവി അപ്പോൾ പുറപ്പെടുവിച്ച ആ ശബ്ദമാകട്ടെ ഭീമം ഭൈരവനാദിനി, അതിഭയാനകമായിട്ടുള്ള ഒരു ശബ്ദം ദേവിയുടെ വായിൽ നിന്നും പുറത്തേക്ക് വന്നു. കാളി കരാളവദന, ദേവിയുടെ മുഖമാകട്ടെ, വദനം എങ്ങനെയായിരുന്നു? ആ കാളി ദേവിയുടെ മുഖമാകട്ടെ കരാളവദന, അതിഭയാനകമായിരുന്നു, ഭയപ്പെടുത്തുന്ന വിധത്തിലുള്ളതായിരുന്നു അമ്മയുടെ മുഖം. പിന്നെ ദുർദർശദശനോജ്വല, ദേവിയുടെ പല്ലുകൾ കണ്ടു കഴിഞ്ഞാൽ അതിഭീകരമായ ഒരു രൂപമായി നമുക്ക് തോന്നുമായിരുന്നു. അതായത് അതുവരെ ആരും കണ്ടിട്ടില്ലാത്ത ഒരു ഭാവത്തിലേക്കാണ് ദേവി പെട്ടെന്ന് മാറിയത്. നമ്മൾ ആദ്യം കണ്ടത് എത്ര ശാന്തഭാവമായിരുന്നു എങ്കിൽ ഇപ്പോൾ ദേവിയുടെ ഭാവം ഒന്നാകെ മാറിയിരിക്കുന്നു. ആ അട്ടഹാസം, ഘോരമായ അട്ടഹാസം, അതേപോലെ അതിഭയാനകമായിട്ടുള്ള മുഖം, ഭയപ്പെടുത്തുന്നതായിട്ടുള്ള പല്ലുകൾ, ഇങ്ങനെ അതികോപത്തോടു കൂടി നിൽക്കുന്ന അമ്മയുടെ ഒരു രൂപം, അതാണിപ്പോൾ ആ യുദ്ധഭൂമിയിൽ നമ്മൾക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തത് 19ാമത്തെ ശ്ലോകമാണ്. ഉത്ഖായ ച മഹാസിംസ കാളീ ചണ്ഡമധാവത ഗൃഹീത്വാ ചാസ്യ കേശേഷു ശിരസ്തേനാസിനാച്ഛിനത്. ഉത്ഖായ ച മഹാസിംസ, സാ എന്ന് പറഞ്ഞാൽ അവൾ, അതായത് ആ ദേവി ഉത്ഖായ ച മഹാസിം, മഹാസിം എന്ന് പറഞ്ഞാൽ ആ തൻ്റെ ശ്രേഷ്ഠമായിട്ടുള്ള വാള് ദേവി ഉത്ഖായ, ആ വാളുറയിൽ നിന്നും ഊരി അങ്ങോട്ട് എടുത്തു. എന്നിട്ടോ കാളി ചണ്ഡമധാവത, കാളി അമ്മ ചണ്ഡമധാവത, ചണ്ഡനെ വധിച്ചു കളഞ്ഞു. എങ്ങനെയാണെന്ന് വെച്ചാൽ ഗൃഹീത്വാ ചാസ്യ കേശേഷു ശിരസ്തേനാസിനാച്ഛിനത്. ഗൃഹീത്വാ ച അസ്യ കേശേഷു, ചണ്ഡൻ എന്ന അസുരൻ്റെ കേശം എന്നാൽ മുടിയിൽ അങ്ങോട്ട് ചുറ്റിപ്പിടിച്ചിട്ട് ശിരസ്തേനാസിനാച്ഛിനത്, ശിരസ്തേന
ആച്ഛിന ശിരസ്തേന ആസ്യനാച്ഛിനത്, അതായത് ശിരസിനെ, അവൻ്റെ ആ ഒരു തലയെ തലമുടിയോടുകൂടി ചുറ്റിപ്പിടിച്ച് തൻ്റെ കൈക്കുള്ളിലാക്കിയിട്ട് അവൻ്റെ ശിരസിനെ ദേവി ഛേദിച്ചു കളഞ്ഞു. ആ കോപിഷ്ഠയായിട്ടുള്ള അമ്മ തൻ്റെ വാളുറയിൽ നിന്ന് ഊരിയെടുത്ത വാള് തിരികെ ആ ഉറയിൽ കയറ്റുന്നതിന് മുൻപ് എന്തിനു വേണ്ടിയിട്ടാണോ അമ്മ അത് ഊരിയത്, ആ ഒരു ലക്ഷ്യം അമ്മ അവിടെ കണ്ടു. എങ്ങനെ ചണ്ടൻ്റെ തലമുടിയിൽ ചുറ്റിപ്പിടിച്ചിട്ട് ശിരസിനെ ഛേദിച്ചുകൊണ്ട് അമ്മ ഭൂമിദേവിയുടെ ഭാരത്തിൽ ഒരംശത്തെ കൂടി തീർത്തു കളഞ്ഞിരിക്കുന്നു. അഥവാ അമ്മയുടെ അവതാരോദ്ദേശ്യം അതിലൊന്ന് നടപ്പിലാക്കിയിരിക്കുന്നു. അടുത്ത ശ്ലോകം നോക്കാം. 20ാമത്തെ ശ്ലോകമാണ്. അഥ മുണ്ടോഭ്യധാവത്താം ദൃഷ്ട്വാ ചണ്ഡം നിപാതിതം തമപ്യപാതയത് ഭൂമൗ സാ ഖഡ്ഗാഭിഹതം രുഷാ. അഥ മുണ്ടോഭ്യധാവത്താം. അഥ അതിനുശേഷം, ഇപ്പോൾ ചണ്ഡനെ വധിച്ചു, അതിനുശേഷം മുണ്ടോ അഭ്യധാവത്താം, ആ മുണ്ടാസുരനെ, മുണ്ടൻ എന്ന അസുരനെയും വധിച്ചു. എങ്ങനെയെന്നാൽ ദൃഷ്ട്വാ ചണ്ഡം നിപാതിതം തമപ്യപാതയത് ഭൂമൗ ഖഡ്വാംഗാഭിഹതം രുഷ. ദൃഷ്ട്വാ ചണ്ഡം നിപാതിതം, തൻ്റെ സഹോദരനായിട്ടുള്ള ചണ്ഡൻ, ദൃഷ്ടു എന്നാൽ കണ്ടിട്ട്, ചണ്ഡം നിപാതിതം, തൻ്റെ സഹോദരനായിട്ടുള്ള ആ ചണ്ഡാസുരൻ ഭൂമിയിൽ പതിക്കുന്നത് കണ്ടപ്പോൾ, ദേവി വധിച്ചത് കണ്ടപ്പോൾ, തമപ്യപാതയത് ഭൂമൗ, തം അപി അപാതയത് ഭൂമൗ, ഭൂമിയിൽ വീഴുന്നത് കണ്ടപ്പോൾ എന്ത് ചെയ്തു? ഖഡ്വാംഗാഭിഹതം രുഷ. ദേവിയെ കൊല്ലുവാനായിട്ട് ആ സമയത്ത് മുണ്ടൻ പാഞ്ഞടുക്കുകയാണ്. ആ സമയത്ത് ദേവി ഖഡ്വാംഗാഭിഹതം രുഷ, തൻ്റെ ഖഡ്വാംഗം എടുത്തുകൊണ്ട്, ഖഡ്വാംഗം എന്ന് പറയുന്ന ആയുധം എടുത്തുകൊണ്ട് ദേവി അവനെയും ആ മുണ്ടാസുരനെയും, രുഷ കോപത്തോടു കൂടിയാണ് ഖഡ്വാംഗം എന്ന ആയുധം കയ്യിലെടുത്തിട്ട് ആ ചണ്ഡനെയും, മുണ്ടനെയും മുണ്ടാസുരനെയും കൊന്ന് വീഴ്ത്തി. അപ്പോൾ രണ്ട് അസുരന്മാരെയും ഇതോടെ തീർത്തു. ചണ്ഡമുണ്ടാസുര വധമായിരുന്നു ഈ ഒരു അധ്യായം. അവരെ രണ്ടുപേരെയും ദേവിത ഇതാ വധിച്ചിരിക്കുന്നു. പക്ഷെ നോക്കൂ, സഹോദരനെന്ന ചണ്ഡനെ വധിച്ചു കഴിഞ്ഞിട്ടും ദേവിയുടെ കോപം അടങ്ങിയില്ല. അങ്ങനെ തൻ്റെ ആ സഹോദരനെ വധിച്ചത് കണ്ടപ്പോൾ മുണ്ടൻ നേരെ പാഞ്ഞെടുക്കുകയാണ് ദേവിയുടെ നേരെ. അപ്പോഴാണ് തൻ്റെ ഖഡ്വാംഗം എന്ന ആയുധം എടുത്തുകൊണ്ട് ദേവി മുണ്ടനെയും നിഗ്രഹിച്ചത്. ഇനി അടുത്തത് 21ാമത്തെ ശ്ലോകമാണ്. ഹതശേഷം തതഃ സൈന്യം ദൃഷ്ട്വാ ചണ്ഡം നിപാതിതം മുണ്ടശ്ച സുമഹാവീര്യം ദിശോ ഭേജേ ഭയാതുരം. ഹതശേഷം തതഃ സൈന്യം. ഹതശേഷം അതായത് വധിച്ചതിന് ശേഷം, ആ ചണ്ഡാസുരനെയും മുണ്ടാസുരനെയും ദേവി വധിച്ചതിന് ശേഷം, തതഃ സൈന്യം, ആ ശേഷിച്ച അസുര സൈന്യമാകട്ടെ, ദൃഷ്ട്വാ ചണ്ഡം നിപാതിതം, ചണ്ഡാസുരൻ പതിച്ചത് കണ്ടപ്പോൾ, തങ്ങളുടെ നായകനായിട്ടുള്ള ചണ്ഡാസുരൻ പതിച്ചത് കഴിഞ്ഞില്ല. മുണ്ടം ച സുമഹാവീര്യം, മഹാവീര്യവാനായിട്ടുള്ള ചണ്ഡാസുരനും മുണ്ടാസുരനും വധിക്കപ്പെട്ടത് കണ്ടപ്പോൾ ആ സൈന്യം എന്ത് ചെയ്തു? ദിശോ ഭേജേ ഭയാതുരം, ഓരോരോ ദിക്കുകളിലേക്ക് ഭയാതുരം, ഭയം കൊണ്ട് ഓടിയൊളിച്ചു. അപ്പോൾ ദേവിക്ക് സൈന്യത്തെ കൊല്ലേണ്ടി വന്നില്ല. എന്തേ വേണ്ടു? നായകന്മാരെ കൊന്നു കഴിഞ്ഞപ്പോൾ അവരുടെ പിന്നാലെ കൂടിയിരുന്ന ആ സൈന്യം മുഴുവൻ ഭയന്ന്, തന്നെയല്ല ഇപ്പോഴത്തെ ദേവിയുടെ രൂപം തന്നെ ഭയപ്പെടുത്തുന്നതാണ്. അപ്പോൾ ആ രൂപം കണ്ടിട്ട് തങ്ങളുടെ
നായകന്മാർ വീണു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സൈന്യം ഭയന്ന് നാലുപാടും ഓടിയൊളിച്ചു. ഇനി അടുത്തത് 22-ാമത്തെ ശ്ലോകമാണ്. ശിരശ്ചണ്ഡസ്യ കാളീച ഗൃഹീത്വാ മൗഢമേവ ച പ്രാഹ പ്രചണ്ഡാട്ടഹാസമിശ്രമഭ്യേത്യ ചണ്ഡികാം. ശിരശ്ചണ്ഡസ്യ കാളീച ഗൃഹീത്വാ മൗഢമേവ ച. ഗൃഹീത്വ മുണ്ടമേവ എന്ന് ചില ഗ്രന്ഥങ്ങളിൽ കാണാം, മൗഢമേവ എന്നും കാണാം. അതായത് മുണ്ടൻ്റെ എന്നുള്ള അർത്ഥത്തിലാണ്, മുണ്ടാസുരൻ്റെ. ശിരഹ ചണ്ഡസ്യ, അതുപോലെ മുണ്ടം ഏവ, ആ ചണ്ഡമുണ്ടാസുരന്മാരുടെ ശിരസ് സാ കാളി, ആ ഭദ്രകാളിയമ്മ ഗ്രഹീത്വ കയ്യിലെടുത്തിട്ട്, അപ്പോൾ അവരെ വധിച്ചിട്ട് അവരുടെ ശിരസ് ഛേദിച്ചു. അതിനുശേഷം ആ ചണ്ഡമുണ്ടാസുരന്മാരുടെ തല കയ്യിലെടുത്തുകൊണ്ട് പ്രാഹ പ്രചണ്ഡാട്ടഹാസമിശ്രമഭ്യേത്യ ചണ്ഡികാം. ഭയങ്കരമായിട്ട്, പ്രാഹ എന്ന് പറഞ്ഞാൽ പറഞ്ഞു, എങ്ങനെ? പ്രചണ്ഡാട്ടഹാസമിശ്രം, അതിഭയങ്കരമായിട്ട് അട്ടഹസിച്ചുകൊണ്ട് ദേവി അഭ്യേത്യ ചണ്ഡികാം പ്രാഹ, ദേവി ആ യുദ്ധഭൂമിയിലെത്തി. യുദ്ധഭൂമിയിൽ നിന്നിരുന്ന ദേവി ഇപ്രകാരം പറഞ്ഞു. ക്ഷമിക്കണം, ദേവിയല്ല, ദേവിയോടായിട്ട്. ദേവി ആർക്കു വേണ്ടിയിട്ടാണ് ഈ ഒരു നിയോഗം ഏറ്റെടുത്തത്? അവരൊക്കെ വന്നിട്ട് ദേവിയോടായിട്ട്, ദേവി നിന്നിരുന്ന ആ യുദ്ധഭൂമിയിൽ വന്നിട്ട് പറഞ്ഞു. അവിടെ അവർ കാണുന്ന ദേവിയുടെ കാഴ്ച എന്ന് പറയുന്നത് ചണ്ഡമുണ്ടാസുരന്മാരുടെ ശിരസ് കൈകളിൽ ഏന്തിക്കൊണ്ട് ഘോരാട്ടഹാസം മുഴക്കി നിൽക്കുന്ന ദേവിയായിരുന്നു. അവരോട് ഇപ്രകാരം പറഞ്ഞു. എന്താ പറഞ്ഞതെന്ന് 23-ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് കാണാം. തവാത്രോപഹൃതൗ ചണ്ഡമുണ്ടൗ മഹാപശു യുദ്ധയജ്ഞേ സ്വയം ശുംഭം നിശുംഭം ച ഹനിഷ്യസി. മയ എന്ന് പറഞ്ഞാൽ അതായത് ഞങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ, എന്നാൽ തവാത്രോപഹൃതൗ, തവാത്ര ഉപഹൃതൗ, അവിടത്തേക്കായിക്കൊണ്ട് ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ഉപഹൃതവും കൊണ്ടുവന്നിരിക്കുന്നതായിട്ടുള്ള ചണ്ഡമുണ്ടൗ മഹാപശു, ഈ ചണ്ഡമുണ്ടന്മാരായിട്ടുള്ള പശുക്കളെ യുദ്ധയജ്ഞേ സ്വയം ശുംഭം നിശുംഭം ച ഹനിഷ്യസി. അതായത് യുദ്ധം എന്ന് പറയുന്ന ഒരു യാഗമാണ് ഇപ്പോൾ ദേവി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ യാഗത്തിൽ യാഗപശുക്കളായിട്ടാണ് ഇവിടെ ആര് വന്നത്? ചണ്ഡനും മുണ്ടനും, ഈ രണ്ട് അസുരന്മാർ വന്നത്. അപ്പോൾ അവരെ, ആ യാഗപശുക്കളെ ദേവിക്കായിട്ട് സമർപ്പിച്ചിരുന്നു. അഥവാ ഞങ്ങൾക്ക് വേണ്ടി അമ്മ ഇത് ചെയ്തു എന്നുള്ളത് ഇവിടെ ദേവന്മാർക്കുമൊക്കെ അതൊരു വലിയൊരു അനുഗ്രഹമായി, അല്ലെ? ആ രണ്ട് അസുരന്മാരുടെ ഭാരം കുറഞ്ഞു. അപ്പോൾ പറയാം, ഈ ഒരു യാഗഭൂമിയിൽ, യുദ്ധഭൂമി എന്നല്ല, ദേവി ഇരിക്കുന്നത് കൊണ്ട് തന്നെ അതിനൊരു പുണ്യഭാവം കൂടുതലാണ്. അതുകൊണ്ടാണ് ആ മഹത്വത്തെ അതേപോലെ തന്നെ മഹത്വവൽക്കരിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്, അമ്മേ, അങ്ങനെയുള്ള അമ്മയുടെ യാഗപശുക്കളായിരുന്നു ചണ്ഡമുണ്ടാസുരന്മാർ, അതിനെ അവിടുന്ന് സ്വീകരിച്ചിരിക്കുന്നു. ഇനിയും അമ്മേ, യുദ്ധയജ്ഞേ സ്വയം, ഈ യുദ്ധമാകുന്ന യജ്ഞത്തിൽ അമ്മ തന്നെ എന്തു വേണം? ശുംഭം നിശുംഭം ച ഹനിഷ്യസി, ശുംഭനെയും നിശുംഭനെയും കൂടി ഹനിഷ്യസി, നിഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനി അടുത്തത് 24-ാമത്തെ ശ്ലോകമാണ്. താവാനീതൗ തതോ ദൃഷ്ട്വാ. ഇനി അടുത്തത് ഋഷി, ആ സുമേധസ് എന്ന് പറയുന്ന മഹർഷി കഥ പറയുകയാണ് ഇവിടെ. താവാനീതൗ തതോ ദൃഷ്ട്വാ ചണ്ഡമുണ്ടൗ മഹാസുരൗ ഉവാച കാളീം കല്യാണി ലളിതം ചണ്ഡികാവച.
താവാനീതൗ തതോ ദൃഷ്ട്വാ. ഇവിടെ ഭദ്രകാളി കൊണ്ടുവന്നതായിട്ടുള്ള, അതായത് മുൻപ് ഭദ്രകാളി അവതാരം എന്ന് പറയുന്നത് നമുക്കറിയാം ദേവിയുടെ ഒരു അവതാരമാണ്. അവിടെ അപ്പോൾ ആ ഭദ്രകാളിയെ ഇതിന് നിയോഗിച്ച ദേവിയുടെ അടുത്ത് തന്നെയാണ് ചണ്ഡമുണ്ടാസുരന്മാരുടെ ശിരസ്സുമായിട്ട് ഭദ്രകാളി എത്തുന്നത്. അവിടെ അപ്പോൾ ഭദ്രകാളിയെ ഇതിന് നിയോഗിച്ച ആ ദേവിയോട് പറയുകയാണ്, അവിടുന്ന് ഈ ഒരു യുദ്ധഭൂമിയിൽ എനിക്ക് തന്ന യജ്ഞപശുക്കളാണ് ചണ്ഡമുണ്ടാസുരന്മാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മേ, ഇവിടെ ആ യജ്ഞപശുക്കളെ സ്വീകരിച്ചിരിക്കുന്നു. ഇനിയും ശുംഭനെയും നിശുംഭനെയും കൊല്ലുന്നത് ദേവി അവിടുന്ന് തന്നെ ഏറ്റെടുക്കണമേ എന്ന് ഭദ്രകാളി അമ്മ പറഞ്ഞു. അപ്പോൾ ഇവിടെ പറയാം താവാനീതൗ തതോ ദൃഷ്ട്വാ. ഇവിടെ തൗ ആനീതൗ ആണ് താവാനീതൗ, അതായത് ആനീതൗ കൊണ്ടുവന്ന ഇത് രണ്ടും എന്ത്, ഈ മുണ്ടാസുരന്മാരുടെ ശിരസ്സുകളെ തതോ ദൃഷ്ട്വാ അവ രണ്ടും കണ്ടിട്ട് ചണ്ഡമുണ്ടവും മഹാസുരവും, അതായത് ചണ്ഡമുണ്ടന്മാരാന്ന് രണ്ട് മഹാ അസുരന്മാരുടെ ശിരസ്സുകളെ ഈ ഭദ്രകാളിയമ്മ കൊണ്ടുവന്നത് കണ്ടിട്ട് ഉവാച കാളീം കല്യാണി ലളിതം ചണ്ഡികാവചഹ. ഉവാച പറഞ്ഞു, കാളീം കല്യാണി ലളിതം ചണ്ഡികാവചഹ. ആ കാളിയമ്മ, ഭദ്രകാളിയമ്മ കൊണ്ടുവന്ന ഈ ചണ്ഡമുണ്ടാസുരന്മാരുടെ രണ്ട് ശിരസ്സുകളെയൊക്കെ കണ്ടിട്ട് ആ ചണ്ഡികാദേവി കാളിയോടായിട്ട്, കാളിയമ്മയോടായിട്ട് ലളിതം ചണ്ഡികാവചഹ, കല്യാണി, കല്യാണം സ്വരൂപിയായിട്ടുള്ള, മംഗളം തന്നെ സ്വരൂപമായിട്ടുള്ള ആ ദേവി, ചണ്ഡികാദേവി കാളിദേവിയോടായിക്കൊണ്ട് ഇപ്രകാരം ലളിതം വചഹ, ലളിതമായി ഇങ്ങനെ പറഞ്ഞു. അടുത്ത നമുക്ക് ഈ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകമാണ് 25-ാമത്തെ ശ്ലോകം. ദേവ്യുവാച യസ്മാശ്ചണ്ഡഞ്ച മുണ്ടഞ്ച ഗൃഹീത്വാ മാമുപാഗത ചാമുണ്ടേതി തതോ ലോകേ ഖ്യാതാ ദേവി ഭവിഷ്യസി. ഇവിടെ ചെറിയ ചെറിയ പാഠഭേദങ്ങൾ കാണാം. യസ്മാചണ്ഡഞ്ച മുണ്ടഞ്ച ഗൃഹീത്വാ ത്വം ഉപാഗത എന്നും മാം ഉപാഗത എന്നും കാണാറുണ്ട്. അതുപോലെ ചാമുണ്ടേതി തതോ ലോകേ വിഖ്യാതാത്വം ഭവിഷ്യസി എന്നും ഖ്യാതാ ദേവി ഭവിഷ്യസി, ഇങ്ങനെ രണ്ട് തരത്തിലും കാണാം. അർത്ഥം ഒന്ന് തന്നെയാണ്. അപ്പോൾ ദേവി എന്താ പറഞ്ഞത്? ദേവി ഉവാച, ദേവി ഉവാച പറഞ്ഞു. എന്താ പറഞ്ഞേ? യസ്മാ ചണ്ഡം ച മുണ്ടം ച, അല്ലയോ കളി, അവിടുന്ന് യസ്മാത് ചണ്ഡം ച മുണ്ടം ച, അവിടുന്ന് യാതൊരു ചണ്ടൻ്റെയും മുണ്ടൻ്റെയും ആണോ ശിരസ് ഛേദിച്ചത്? എന്നിട്ട് ആ ശിരസ് ഗ്രഹീത്വ മാമുപാഗത, ഇവിടെ എടുത്തുകൊണ്ട് കയ്യിലെടുത്ത് എൻ്റെ മുൻപിൽ കൊണ്ട് വെച്ചിരിക്കുന്നത് ചാമുണ്ടേതി തതോ ലോകേ വിഖ്യാത ത്വം ഭവിഷ്യസി. അതുകൊണ്ട് തന്നെ അല്ലയോ ദേവി, അവിടെ നിന്നു മുതൽക്ക് ചാമുണ്ട ഇതി തതോ ലോകേ, ഈ ലോകത്തിലെ ലോകമെമ്പാടും ചാമുണ്ട ഇതി ചാമുണ്ടി എന്ന പേരിൽ അവിടുന്ന് വിഖ്യാത അല്ലെങ്കിൽ ഖ്യാത, അങ്ങ് അവിടുന്ന് ദേവി പ്രസിദ്ധയായി തീരട്ടെ. ചാമുണ്ടി എന്ന പേരിൽ ത്വം ഭവിഷ്യസി അല്ലെങ്കിൽ ദേവി ഭവിഷ്യസി, അവിടുന്ന് ചാമുണ്ടി എന്ന പേരിൽ അവിടുന്ന് പ്രസിദ്ധയായി തീരട്ടെ എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു ദേവി. ഇതോടെ നമ്മുടെ 7-ാമത്തെ അധ്യായം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തത് 8-ാമത്തെ അധ്യായമാണ്. ഇതി മാർക്കണ്ഡേയ പുരാണേ സാവർണികേ മന്വന്തരേ ദേവി മഹാത്മ്യ ചണ്ഡമുണ്ടാസുരവധോ നാമ സപ്തമോധ്യായഃ. ഓം ശ്രീ ചാമുണ്ഡായൈ നമഃ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അഷ്ടമോധ്യായഃ രക്തബീജവധഃ. ഋഷിരുവാച ചണ്ഡേ ച നിഹതേ ദൈത്യേ മുണ്ടേ ച വിനിപാതിതേ ബഹുലേഷു ച സൈന്യേഷു ക്ഷയിതേഷു അസുരേശ്വരഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം.
ശ്രീ മഹാദേവി നമഃ. നമുക്ക് അടുത്ത സത്സംഗത്തിൽ 8-ാമത്തെ അധ്യായം മുതൽക്ക് അമ്മയെ അനുഗ്രഹിച്ചാൽ കാണാമെന്ന് കരുതുന്നു.